കേരളത്തിലെ ആദ്യ 125 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ഉദുമ ഗ്രാമപഞ്ചായത്തിലെ മൈലാട്ടിയിൽ വരുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീഡിയോ കോൺഫറൻസിംഗ് വഴി തറക്കല്ലിട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മൈലാട്ടിയിലെ 220 kV സബ്സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ആവശ്യകത കാര്യക്ഷമമായി നേരിടാൻ ഈ പദ്ധതി സഹായകരമാകും. 125 മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതിയിലൂടെ ദിവസേന പരമാവധി 5 ലക്ഷം യൂണിറ്റ് വൈദ്യുതി പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് നൽകാൻ സാധിക്കും. വരുന്ന ഒക്ടോബർ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി പദ്ധതി പ്രവർത്തന സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീഡിയോ കോൺഫറൻസിംഗ് വഴി ശിലാസ്ഥാപന കർമ്മം നടത്തിയത്. കേരളത്തിന്റെ ഊർജ്ജരൂപത്തിൽ ചരിത്രപരമായ ഒരു മാറ്റത്തിന് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. രാജ്യത്ത് തന്നെ ആദ്യത്തെ 4 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി വിതരണം ചെയ്യാൻ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് മൈലാട്ടിയിൽ നാം നിർവഹിക്കുന്നത്. 135 കോടി രൂപയുടെ കേന്ദ്ര സഹായത്തോടുകൂടി 125 മെഗാവാട്ടും 500 മെഗാവാട്ട് അവർ ശേഷിയുള്ള ഈ കൂറ്റൻ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കാസർഗോഡ് ജില്ലയുടെ പ്രസരണ മേഖലയിലുള്ള വലിയൊരു പ്രതിസന്ധിക്ക് നാം പരിഹാരം കാണുന്നത്. ചടങ്ങിൽ മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSEB ഡയറക്ടർ P സുരേന്ദ്ര, വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. JSW എന്ന കരാർ കമ്പനിയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. സൗരോർജ്ജ മേഖലയിലെ വളർച്ചയ്ക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് ഈ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വലിയ ശക്തിവർദ്ധനയാകും. മാത്രമല്ല, കേരളത്തിലെ സൗരോർജ്ജ ഹബ്ബായി ഉയർന്നുവരുന്ന കാസർഗോഡിൻ്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ പദ്ധതി നിർണായക പങ്ക് വഹിക്കും. ന്യൂസ് ബ്യൂറോ, ഉദുമ.